Hi friends, welcome to I Choose Kitchen. ഇന്ന് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാം. തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് വട തയ്യാറാക്കാം. പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വടപ്പരിപ്പ് 6 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായി കുതിർന്നിട്ടുണ്ട്. കടയിൽ നിന്ന് വടപ്പരിപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്കിത് മേടിക്കണം. ഇനി നമുക്കിത് നന്നായി കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളയണം. ഇപ്പം ഞാൻ നന്നായി കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ പരിപ്പ് വട ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ പരിപ്പിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് കളയണം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനു മുന്നേ നമുക്ക് ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം പരിപ്പ് മാറ്റി വെക്കാം. ഇത് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇനി ബാക്കിയുള്ള പരിപ്പ് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലാണ് ചതച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൾസ് മോഡിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിന് തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾക്ക് ഇത് ചതച്ചെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. കണ്ടില്ലേ, ഇതുപോലെ കിട്ടണം. ഉരുട്ടിയെടുക്കാനും പരത്തിയെടുക്കാനൊക്കെ പറ്റണം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ ചതച്ചെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്, ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു നീളമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാതും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം. പൾസ് മോഡിൽ ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് കറക്കിയെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോവരുത്. ഒരു 2 സെക്കൻഡ് മാത്രം പൾസ് മോഡിൽ ഇട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം അടിച്ചെടുക്കാനായിട്ട്. ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല, എന്നാൽ നമുക്ക് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ പൾസ് മോഡിൽ ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ഒരു 2 സെക്കൻഡ് അടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ അരഞ്ഞു കിട്ടും. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൈയൊന്ന് നനച്ചെടുക്കണം. ഓയിലൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല, ഒന്ന് നനച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ ഉരുളാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. സൈഡൊക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പരിപ്പ് വടയുടെ ഷേപ്പ് എങ്ങനെയെന്ന്. അപ്പോൾ ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാം. ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് വെക്കേണ്ടിയൊന്നും ആവശ്യമില്ല. നേരെ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയം ആക്കി വെക്കാം. ഓയിലിൽ മുങ്ങാത്ത ഭാഗം നമുക്ക് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണ്ട. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ അതിൻ്റെ ഉള്ളൊന്നും നമുക്ക് വെന്ത് കിട്ടില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. ഒരു ബ്രൗൺ നിറം വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. ഗോൾഡൻ ബ്രൗൺ നിറത്തിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് കളർ വരുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു നിറമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൈ നനച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയെന്ന്. നമ്മൾ ഓരോ പരിപ്പ് വട ഉണ്ടാക്കുമ്പോഴും കൈ നനക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം നനച്ചാൽ ഒരു 4-5 എണ്ണം നമുക്ക് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്തത്? ഓരോ വട ഉണ്ടാക്കുമ്പോഴും നമ്മൾ കൈ നനച്ചിട്ടാണ് പരത്തി കൊടുത്തത്. ഇത് അതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം നനച്ചാൽ ഒരു 4-5 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പരിപ്പ് വടയിൽ വെള്ളം കൂടിയാൽ ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം നനച്ചിട്ട് തന്നെ നമുക്ക് ഒരു 4-5 എണ്ണം പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.